ശ്രീജിൻഡോ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. കാര്യം അത് ചർച്ച ചെയ്യണമായിരുന്നു. ആ ചർച്ചയ്ക്കകത്ത് ഈ പത്മകുമാറിൻ്റെ ഒരു കയ്യക്ഷര പരിശോധനയുടെ വാർത്ത വന്ന അങ്ങനെ ശ്രദ്ധപ്പെട്ടുണ്ടാവും. അതായത് കോടതിയിൽ പത്മകുമാറിനെതിരെ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പിത്തള എന്നെഴുതിയത് വെട്ടി ചെമ്പ് എന്നെഴുതി അനുവദിച്ചു എന്ന് സ്വന്തം കൈപ്പടൽ എഴുതി. അതാണ് പത്മകുമാറിൻ്റെ ഗൂഢാലോചനയ്ക്കുള്ള പ്രധാന തെളിവായി കൊടുക്കുന്നത്. അത് തെളിയിക്കാൻ ആദ്യം ചെയ്യേണ്ടത് കയ്യക്ഷര പരിശോധനയാണ്. അതെടുത്തതായി കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ. ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി വന്ന ഉത്തരവിൽ പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഉത്തരവിൽ അഞ്ച് പ്രതികൾ കൂടി അല്ലെങ്കിൽ 5 പേർ കൂടി അന്വേഷണത്തിന്റെ റഡാറിലുണ്ട് എന്ന കാര്യം ഹൈക്കോടതി രേഖാമൂലം ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്ന, അത് ചുമ്മാ എഴുതി വെക്കില്ല. തുടരന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ എഴുതി വെക്കുന്നതാണത്. അതിനുശേഷം ഒറ്റ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഭയിൽ എഫക്റ്റീവായി ഉന്നയിക്കാമായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ. ശ്രീജിൻഡോ, ആശ്മി ആരോടാ ഉന്നയിക്കേണ്ടത്? പിണറായി വിജയനോടാ? കേരളത്തോട് ഇനിയും ചർച്ച ചെയ്ത സമയങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തോട് ഞങ്ങൾ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് ജനങ്ങളുടെ റിസൾട്ട് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടിയന്തര പ്രമേയം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം അടിയന്തര പ്രമേയം അത് ചട്ടങ്ങളുടെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു നിയമസഭാ സാമാജികനോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുമല്ല. ഗോപൻ പറയണം. കെ എം മാണി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം നിങ്ങൾ ഏത് അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് കൊടുത്തത്? അത് പറയണം. അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നടപടിയാണ് വേണ്ട സാർ. കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത്, അതിനുശേഷം ഇപ്പോൾ VN വാസവൻ്റെ സമയത്തൊക്കെ എന്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ മൂടിവെച്ച് അമ്പലക്കൊള്ളക്കാരെ സംരക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്. നിങ്ങളുടെ വർത്തമാനം കേട്ടിരിക്കാനല്ല കേരളത്തിലെ വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും കേരളത്തിലെ പൗരന്മാരും വോട്ടർമാരും കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല അടിയന്തര പ്രമേയം തരാൻ. ഞങ്ങൾ അതിനു പകരം ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കുറെ കൂടി ആഗ്രഹിക്കുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ ആശുപത്രി ഇടിഞ്ഞു വീണ് രോഗി മരിച്ച വിഷയത്തിൽ പോലും ഒരു നടപടിയെടുക്കാൻ മടിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഇനി അടിയന്തര പ്രമേയം നടത്തി നിങ്ങൾക്ക് കിന്നാര വർത്താനം പറയാൻ സമയം തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നേ. ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞു അതര വ്യായാമം നടത്തുകയാണത്രേ. ഞങ്ങൾ അതര വ്യായാമമല്ലേ നടത്തുന്നുള്ളൂ, അടിവസ്ത്ര വ്യായാമം നടത്തിയില്ലല്ലോ ശിവൻകുട്ടിയെ പോലെ. നിങ്ങൾ കെ എം മാണിയെ അന്ന് കോഴമാണി എന്ന് വിളിച്ചു. ഇന്നിപ്പോൾ ഗോപൻ പറയുന്നു മാണി സാറെന്ന്. മാണി സാർ മരിച്ചു പോയാൽ കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഇതൊക്കെ പറയാൻ. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ മാണിയെ ആക്ഷേപിച്ചത്? ഞങ്ങൾ അന്നും മാണി സാർ എന്ന് വിളിക്കുന്നു, ഇന്നും മാണി സാർ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ബാർക്കോഴയെക്കുറിച്ച് ആക്ഷേപമുണ്ടോ? ബാർക്കോഴ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? നിങ്ങൾക്കൊരു ആക്ഷേപമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം ഈ കൂട്ടത്തിൽ. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ശബരിമലയിൽ ഒരു ബന്ധവുമില്ല, ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഗോപൻ പറയുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ശബരിമല വിഷയത്തിൽ നിങ്ങൾക്കൊരു ബന്ധവുമില്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നടത്തിയത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ ആ പ്രേമലേഖനം നിങ്ങൾ വായിച്ചത്? എന്തിൻ്റെ പേരിലാണ് വെള്ളാപ്പള്ളി നടേശനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി തത്വമസിയുടെ സന്ദേശം പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്? നിങ്ങൾക്ക് ശബരിമലയിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലെങ്കിൽ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ ദേവസ്വം ബോർഡ്? അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ രാഷ്ട്രീയ നിയമനം നടത്തുക? അങ്ങനെ രാഷ്ട്രീയ നിയമനം നടത്തുന്നവർ അവർ കൊള്ളയടിച്ചാൽ അക്കാര്യത്തിൽ നിങ്ങൾ അവരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ, ഒരു ഉത്തരം പോലും തേടാതെ, ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കൊള്ളയടിച്ച ആളുകൾ ജയിലിൽ പോയിട്ട് അവർക്കെതിരെ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായി പാർട്ടി നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സംശയം, ഈ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് സ്വപ്ന സുരക്ഷിനെ ക്ഷണിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമേ നേരം ഉണ്ടായുള്ളൂ. ദേവസ്വം ബോർഡ് ആ വകുപ്പ് മന്ത്രിക്ക് പിന്നെ എന്താ പണി? അതിനുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ? ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ശബരിമലയിൽ പ്രത്യേകിച്ച് ഒരു ജോലിയും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് ശമ്പളം പറ്റി സർവ്വസന്നാഹത്തോടെ കാർ യാത്രയും നടത്തി സർവ്വ സൗകര്യങ്ങളോടെ ജീവിച്ചു പോയത്? അതിന് മറുപടി പറയണ്ടേ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക. പിന്നെ നിങ്ങൾ ഉന്നത നേതാക്കന്മാരുടെ ബന്ധം പറഞ്ഞു. നിങ്ങൾ ഏത് നേതാവിൻ്റെ പേരും വേണ്ടി പറഞ്ഞു. പക്ഷേ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം, രാജു എബ്രഹാമിനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന പോറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് രാജു എബ്രഹാം എന്ന. ഇവരൊക്കെ ഒരു കള്ളനോടൊപ്പം നിൽക്കുമ്പോൾ, സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളോടൊപ്പം നിൽക്കുമ്പോൾ ഭരണകർത്താക്കളിൽ നിന്നായിരിക്കും കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക. പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ, ആ ചിത്രങ്ങളുടെ പേരിൽ അന്വേഷണം നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അന്വേഷിക്കണം. നിങ്ങൾക്ക് പരാതിയുണ്ടോ? SITക്ക് പരാതി കൊടുക്ക്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് പരാതി കൊടുക്ക്. ആ കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരട്ടെ. ഇനി 30, 40, 50 വർഷം മുമ്പത്തെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, ഏത് വിഷയത്തെ അന്വേഷിക്കട്ടെ. പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ സഭയിൽ മുണ്ടുകൊടുത്ത് എല്ലാവരും വരുമ്പോഴേക്കും അത്തരത്തിൽ തർക്കം ഉണ്ടാകുമ്പോൾ മുണ്ടിൽ സ്ഥാനമാറ്റം ഉണ്ടാവുകയും ഈ പറയുന്നതൊക്കെ ചെറിയ കാഴ്ചകൾ വേണം ഇന്നും ജസ്റ്റ് മിസ്സാണ് ഉണ്ടായേക്കാം. പക്ഷേ അതുകൊണ്ട് വേണമെങ്കിൽ മുണ്ട് മാറ്റി പാൻറ്റാക്ക്, അത് പറയല്ലേ, അത് അരാഷ്ട്രീയമാണ്. സുജിൻഡോ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.